BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെയാണ് പൊതുജനങ്ങളെ ബന്ദിയാക്കുന്ന ഹർത്താലിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട് ഉപവാസ സമരം പ്രഖ്യാപിച്ചത്. നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ രണ്ടുപേരും കേരളം ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കൂടി ജനങ്ങളെ ഇങ്ങനെ അക്രമത്തിലേക്കും ചോരക്കളിയിലേക്കും കൊണ്ടുപോയി ജനങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, സമാധാനം എങ്ങനെ മുന്നോട്ട് പോകും? ഇതെന്തായി നടക്കുന്ന ഈ നാട്ടിൽ? ഇവിടെ ഭരണമുണ്ടോ? ആഭ്യന്തര വകുപ്പ് ഒരു പൂർണ്ണ പരാജയമാണ്. KPCC പ്രസിഡന്റ് അടക്കം ഉപവാസത്തിനൊപ്പം പങ്കുചേർന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് 5 മണിക്കാവും അവസാനിക്കുക. കേരളത്തിന്റെ സമാധാനം BJPയും CPMഉം കൊലവിളികളിലൂടെ ഇല്ലാതാക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നാളെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും പ്രതിപക്ഷം ഉപവാസ സമരം നടത്തും. ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വടക്കൻ ജില്ലകളിലെല്ലാം ഹർത്താൽ പൂർണ്ണമാണ്. ഒരിടത്തും KSRTC സർവീസ് നടത്തിയില്ല. വയനാട്ടിൽ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു. ഇതോടെ വിനോദസഞ്ചാരികളടക്കം കുടുങ്ങി. മലപ്പുറം വഴിക്കടവ് അതിർത്തിയിൽ BJP അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കാസർഗോഡ് നിന്ന് കർണാടകത്തിലേക്കുള്ള വാഹന ഗതാഗതവും സ്തംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വടകരയിൽ ഇന്നലെ രാത്രി മില്ലോർക്ക് നേരെ കല്ലേറുണ്ടായതൊഴിച്ചാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത സുരക്ഷയാണ് വടകരയിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിലും ഹർത്താൽ പൂർണ്ണമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.